അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ മോഹിച്ച സുലൈഖ 18 അടവുകൾ പയറ്റിയിട്ടും മിസ്റിൽ തൻ്റെ രാജകൊട്ടാരത്തിൽ തൻ്റെ പ്രിയപ്പെട്ടവനെ, തൻ്റെ പ്രിയ കാമുകനെ, മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ വശീകരിക്കാൻ 18 അടവുകൾ പയറ്റിയിട്ടും കഴിയുന്നില്ല. ആകെ കുഴങ്ങിപ്പോയി. കാലങ്ങളോളം സ്വപ്നം കണ്ട തൻ്റെ പ്രിയപ്പെട്ട പുതുമാരൻ, മണിമാരൻ യൂസുഫ് മിസ്റിലേക്ക് വന്നു എന്ന് മാത്രമല്ല, മിസ്റിൽ അസീസ് രാജാവ് വാങ്ങി കൊട്ടാരത്തിലേൽപ്പിച്ചു സുലൈഖ ബീവിയെ. പക്ഷേ തൻ്റെ ആഗ്രഹങ്ങളൊന്നും പൂർത്തീകരിക്കാൻ കഴിയാത്ത വിഷമത്തിൽ സുലൈഖ കഴിഞ്ഞുകൂടുകയാണ് കൊട്ടാരത്തിൽ. അരവി പാടി ഉന്നിക്കരഞ്ഞിന്നും പരനെ അവിശ്രമ പരിശ്രമം കഴിഞ്ഞെന്നും പ്രൈവറ്റ് സുഖം കാണാൻ കഴിഞ്ഞില്ല എന്ന് വിരുത്തി തൻ്റെ അമ്മത്തിടം കരഞ്ഞുള്ള. ആ സമയത്ത് തൻ്റെ വെള്ളാട്ടിയോട് ചെന്ന് പറഞ്ഞു, എന്താണ് ഇനിയൊരു മാർഗം പറഞ്ഞു തരൂ. ഞാൻ യൂസുഫിനെ പല നിലക്കും വശീകരിക്കാൻ ശ്രമിച്ചു, പക്ഷേ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഇനി എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചു. അപ്പോൾ അവിടുന്ന് അടിമ സ്ത്രീ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണത്? തരിത്തുടൻ മധു വീണ്ടും നുള്ളം പോലെ ആക്കി തരാ ബീവി ഇരിക്കുന്ന സുഖമാലേ. ഈ കൊട്ടാരത്തിലൊക്കെ നിന്നുകൊണ്ട് യൂസുഫിനെ വശീകരിക്കാൻ ശ്രമിച്ചാൽ അത് നടക്കണ കാര്യമാണ്. ഇതൊരു കാര്യം ചെയ്യാം, എൻ്റെ മാപ്പിളല്ലേ, എൻ്റെ ഭർത്താവ് അസീസ് രാജാവിൻ്റെ ചെന്നിട്ട് നല്ലൊരു കൊട്ടാരം, ഈ ഭയങ്കരമായ ഈ കൊട്ടാരത്തിൻ്റെ കമ്പൗണ്ടിൽ ഒരുപാട് സ്ഥലമുണ്ടല്ലോ, നീണ്ട് വിശാലമായി പരന്നു കിടക്കുന്ന ഈ സ്ഥലത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒഴിഞ്ഞൊരു കെട്ടിടം നിർമ്മിച്ചു തരാൻ പറയാം. അങ്ങനെ ആ കെട്ടിടം നിർമ്മിച്ചാൽ എന്ത് ചെയ്യുക, അണക്ക് യൂസുഫുമായി അവിടെ യൂസുഫിനെ വശീകരിക്കാൻ ചിലപ്പോൾ യൂസുഫ് വിളിച്ചാൽ വരും. ഇതിപ്പോൾ ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ ആളുകളൊക്കെ ഇങ്ങനെ വരും പോവുകയും ചെയ്യുന്ന ഈ സ്ഥലത്ത് വെച്ചിട്ട് എൻ്റെ കാര്യങ്ങൾ നടക്കുമെന്ന് തോന്നില്ല. അതുകൊണ്ട് ഇതാണ് മാർഗമെന്ന് വെള്ളാട്ടി പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞപ്പോൾ അസീസിൻ്റെ മത ചേർത്ത് കൊണ്ട് വലിയ ബംഗളാവൊന്ന് പണി തീർത്ത് ഉരക്കുകിൽ മുടിവില്ല അജബാണ് അന്ത് ഒരു റൂമ് ചമൈ തെറ്റം അഴകാണേ. വെള്ളാട്ടി പറഞ്ഞു കൊടുത്ത സൂത്രം ശരിയാണെന്ന് മനസ്സിലാക്കി സുലൈഖ ഭർത്താവായ അസീസ് രാജാവിനോട് പറഞ്ഞു, എനിക്കൊരു ഉല്ലസിക്കാൻ താമസിക്കാൻ ഒരു പ്രത്യേക കെട്ടിടം പണിത് തരണം. പക്ഷേ സുലൈഖാൻ്റെ വാക്ക് തള്ളാത്ത അസീസ് രാജാവ് മനോഹരമായൊരു കെട്ടിടം അവിടെ പണി തീർത്തു കൊടുത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് കെട്ടിടത്തിൻ്റെ മികവ്? കവി പറയുകയാണ്, അരിമ കെട്ടിടം മേള് മറിവാണേ മുഴുവൻ അതുർപ്പ മാർബിളും നല്ല റുഹമാണേ. 7 മറിവുള്ള കെട്ടിടം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് നിന്ന് മാർപ്പ് മേപ്പിട്ട് 7 തട്ടായി മാറണം. അങ്ങനത്തെ തട്ടല്ല, ബാക്കിൽ ഇങ്ങനെ ഉയരം കൂടിയിട്ട്. പണ്ട് ഈ ഹൈന്ദവരായ ആളുകളുടെ മനയൊക്കെ കണ്ടാൽ മനസ്സിലാവും, അവർക്കുണ്ടാകുന്നങ്ങനെ ഒരു നമ്മൾ കോണിയുടെ ഉദാഹരണം, അങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ തട്ടായിട്ട് അങ്ങനെ 7 റൂമുകൾ സുലൈഖക്ക് പണിത് കൊടുത്തു എന്ന് മാത്രമല്ല, അതിമനോഹരമായ, കാണാൻ രസകരമായ, ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകുന്ന സുന്ദരമായൊരു കെട്ടിടം, ബംഗ്ലാവ് പണി തീർത്തിരിക്കുകയാണ്. അങ്ങനെ പിറകെ ഒരു ശരീറിനെ അലങ്കാരം ചെയ്ത് മേൽമയിൽ ഒരുക്കി വെച്ചതിലോരും മരുതകനെ ബിസുലൈഖയെ ചെന്ന് പൊട്ടി മണക്കുന്ന പല പിക്ചർ വരച്ചന്നേ. അങ്ങനെ നല്ല ഒരു റൂം, ലാസ്റ്റത്തെ റൂം, 7ാമത്തെ റൂം നല്ല അലങ്കരിച്ച്, എല്ലാ നിലക്കും അലങ്കരിച്ച് സുന്ദരമായ ഒരു റൂം പണിതിരിക്കുകയാണ്. എന്ത് സംഭവിക്കുമെന്നറിയണ്ടേ? അടുത്ത എപ്പിസോഡിൽ.